ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിനൊരു സർപ്രൈസ്, ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ നിന്ന്. അപ്പോൾ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് എൻ്റെ ഉപ്പ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനിയത്തികളൊക്കെ കൂടിയിട്ട് ഇപ്പോൾ പെരുന്നാളായിട്ട് വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഉപ്പ ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരുടെയും എല്ലാ ആഗ്രഹത്തിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഉപ്പ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ. അപ്പോൾ കുറച്ചടുത്ത് തന്നെയാണ്, ഓട്ടോ വിളിച്ചിട്ട് പോകണം. അപ്പം ഞങ്ങളെല്ലാവരും കൂടി, ഞാനും എൻ്റെ അനിയത്തികളും കൂടിയിട്ട്, എല്ലാവരും ഇല്ല, 2 അനിയത്തികളും കൂടിയിട്ട് ഉപ്പാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിന് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് വേണം കേട്ടോ. പോണ വഴിക്ക് മേടിച്ചിട്ട് കൊണ്ടുകൊടുക്കാൻ പോണ വീഡിയോ ഞങ്ങൾ ഇൻഷാല്ല ചെയ്യും, നെക്സ്റ്റ് വീഡിയോ ചെയ്യും. അപ്പം അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇരുപത്തഞ്ചിൻ്റെ ഇതാ ഈ ടോപ്പിലർ എന്തായിട്ട് ഓട്ടോ വിളിച്ചിട്ട് വേണം പോവാൻ. ഇവിടുന്ന് അതിന്റെ മുന്നല്ലേ ഇവിടെ ആ ഫ്ലവറിന്റെ കടല്ലേ, അവിടേക്കൊന്ന് പോകണം. ഷാവൂലല്ലേ പറഞ്ഞു. അല്ലേ, ചൈനയാണോ? എന്തെങ്കിലും പ്രശ്നമുള്ളതറിയോ? ഹസ്ബൻഡ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? വേറെ ആരും വിളിച്ചിരുന്നോ? ആ നോട്ടീസ് എടുത്തിട്ട് എന്താണ് ആളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല? മകൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ല, ഒരു വേറെ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല? ഇല്ല. ആരാ ബോയ് ഫ്രണ്ട്സോ? നിങ്ങൾ ഫ്രണ്ട്സോ? ആരാ? അല്ല, എന്റെ മകനോ? എന്റെ മകൻ പറഞ്ഞു അവന്റെ ഫ്രണ്ട്സ് വരുന്നത് തന്നെ പറഞ്ഞു. അവൻ പറഞ്ഞത് അവിടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്നാ പറഞ്ഞത്. ആരാ പറഞ്ഞ? ആങ്ങളെ ഉമ്മയുണ്ട്. അത് ശരി. ആരും? എന്റെ ഉമ്മ. അവനല്ലേ നിങ്ങളുടെ കൂടെ ഫ്രണ്ട് പറഞ്ഞത്. ഞാൻ സത്യാവസ്ഥ അറിയില്ല. രാവിലെ മുതലേ പറഞ്ഞത് ഫ്രണ്ട്സ് വരുന്നുണ്ട്, ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഒന്നും പറഞ്ഞിട്ടേ അവൻ എന്തെങ്കിലും വണ്ടി ഉണ്ടാക്കിയിട്ട് ഒന്ന് പേടിച്ചേനുണ്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരാ തന്നറിയോ? ഹസ്ബൻഡ് സന്തോഷായ? പാലിന് പേടിച്ചിട്ട് ഇപ്പൊ എന്തുണ്ടായി?
നെഞ്ഞിടിച്ചോ? ഉമ്മയാണ് അതിനായി പേടിച്ചത് അല്ലേ? ഉമ്മയാണ് ഏറ്റവും കൂടുതൽ പേടിച്ചത് അല്ലേ? മരോന്റെ പ്രശ്നം മകന്റെ നോട്ടീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഒന്ന് പേടിച്ചു. പേടിച്ചാലല്ലേ സന്തോഷിക്കുമ്പോ ഇത് സബ്ജക്ട് ഞങ്ങളോ റേഞ്ച് അറിയാ, റേഞ്ച് കിട്ടുന്നല്ലോ ഇവിടെ. ആ പറയും. ആ താത്ത താത്ത അനിയത്ര ഹസ്ബൻഡ്. അപ്പൊ ഉണ്ടോ തുടങ്ങുന്നോ? ചെറിയൊരു ഫോട്ടോ എടുക്കുന്ന ചെറിയൊരു സുന്ദരി ഉണ്ടല്ലോ കാണാന്. പിന്നെ ഷോളൊക്കെ നല്ലപോലെ കേട്ടാ ഇൻസ്റ്റയിലൊക്കെ വരും. ഇൻസ്റ്റയിലൊക്കെ വരും, യൂട്യൂബിലൊക്കെ വരും. മുച്ച മിസ്ബായിട്ട് മുച്ചത് എല്ലാരും മിസ് ചെയ്ത് തുടങ്ങിയിട്ട് അവളെ കുറിച്ചോ ഹാപ്പി ബർത്ത്ഡേ ഷൈന, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ രീതിയിൽ അത് മാത്രം മതിയില്ലേ? കഴിച്ചോളി. ആ അത് കുഴപ്പമില്ല. ഞങ്ങളിപ്പോ ഐസ്ക്രീം കഴിച്ച കാരണം മധുരം. ആ മോൾക്ക് മോളെ അവർക്ക് കട്ട് ചെയ്യാൻ കൊടുത്തോ?